നിങ്ങൾ തമ്മിലുള്ള റൊമാൻറ്റിക് സീനൊക്കെ വന്നപ്പോ നാണം തോന്നിയോ? ചമ്മലൊക്കെ ഉണ്ടായോ? ഞാൻ കണ്ടില്ലല്ലോ. എന്നാലും അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടില്ലേ മൊബൈലിലൊക്കെ പാട്ടൊക്കെ വന്നപ്പോ? ചമ്മലൊക്കെ ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞോ ഇത്ത ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്താക്കൊക്കെ സന്തോഷമാണ്, കാണാൻ കാത്തിരിക്കുവാണ്. ഉപ്പയുടെ ലൈഫിൽ അനുഭവിച്ച ഈ ഒരു അനുഭവം, അതിനെ പറ്റിയിട്ടുള്ളത് മനസ്സിലാക്കിയത് ഏത് പ്രായത്തിലാണ്? ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴാണല്ലോ സംഭവം നടന്നത്. ഞാൻ നോവൽ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത്. നോവൽ വായിച്ചപ്പോഴാണ് സംഭവങ്ങളൊക്കെ. ആണല്ലേ? മക്കളടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാ സംഭവം. അപ്പൊ തോന്നിയിരുന്നോ എന്താ പറയാ, ഒരു മനുഷ്യന്റെ ലൈഫിലെ സംഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മോശമായ കാര്യങ്ങളെല്ലാം ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അവനാദ്യം പിന്നെ വേറെ ഞാൻ നിന്നപ്പോഴും അവൻ പറയും നമുക്ക് ഇനി ഇവിടെ നിന്നാ മതി, എന്തിനാ ചോദിച്ചിട്ടുണ്ട്. ഇക്ക അവിടുന്ന് ഇത്രയും ഇതിലും വലിയ മോശമായിട്ട് സംഭവിക്കാൻ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോവാനുണ്ടായ ഒരു കാരണവും അതിന് കിട്ടിയ ധൈര്യം എങ്ങനെയാണ്? അത് ഒരുപാട് വീഡിയോയിലൊക്കെ ഇതിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ അതിനുള്ള ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ, പോകാനുള്ള ധൈര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആ പോകുമ്പോൾ 5 സെന്റ് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് ഒരു റിയാൽ പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടാതെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ മോന് നേരം 2 വയസ്സ് കഴിഞ്ഞു. മോന് ജ്യേഷ്ഠൻ്റെ കൂടെ അപ്പുറം താമസിക്കുന്നുണ്ട്, അവരോട് ഒന്നിച്ച് താമസിക്കുന്നു. പിന്നെ ഇവിടെ 5 വർഷം നിന്നപ്പോൾ ഒരു കുട്ടിയും കൂടെ ആയി, ഇപ്പോൾ 2 ആയി. പിന്നെ നമുക്ക് എവിടെയെങ്കിലും 5 സെന്റ് സ്ഥലം ഒരു വീടൊക്കെ വെച്ച് ഇനി മാറണ്ടല്ലോ, ഇത് നമ്മുടേതായിട്ടൊരു കുടുംബം വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ എൻ്റെ ഭാര്യയുടെ ആങ്ങള ബഹ്റൈനിലുണ്ട്. അപ്പോൾ അളിയനെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, അളിയ ഇതിന് നിന്നാൽ എങ്ങനെ, അപ്പോൾ ജോലി ചെയ്താൽ എന്തായാലും നമ്മൾ അതൊന്ന് കഴിഞ്ഞു പോത്തല്ലേ ഉള്ളൂ, എൻ്റെ എവിടെയെങ്കിലും 5 സെന്റ് സ്ഥലം വീടൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫ്രീ വിസ എടുക്കുന്നുണ്ട്, എടുത്തു തരാം, അതിന് കയറി വരാൻ പറഞ്ഞു. അന്നേരം എൻ്റെ ഭാര്യ പറഞ്ഞു വേണ്ട, ഇനി നമുക്കുള്ളത് കൊണ്ടൊക്കെ ജീവിച്ചാൽ മതി, പോകണ്ട എന്നൊക്കെ പറഞ്ഞാണ്. അന്നേരം എനിക്ക് പോകണ്ട എന്നുള്ള ഇതില്ല. കാരണം അന്നേരം പിന്നെ നമ്മുടെ മനസ്സിൽ ഇതല്ലേ, ഇപ്പം നമ്മൾ കൂലിപ്പണി ചെയ്താൽ കിട്ടിയ അന്നത്തെ ചെലവിനുള്ള കാശ് അതങ്ങ് പോത്തേ നടന്നു പോകും. അത് നമുക്ക് പിന്നെ മിച്ചം വരത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ എന്റെ അളിയന്റെ അടുത്തേക്കല്ലേ ഇനി പോകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് മരത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. അങ്ങനെ പോയി അവിടെ ചെന്നിറങ്ങി. പിന്നെ അളിയന്റെ റൂമിൽ 2-3 ദിവസം താമസിച്ച്, അളിയന്റെ ഒരു കൂട്ടുകാരനാണ് സുനിൽ. ഈ കഥ പുറത്തോട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പുള്ളിയെടുത്ത് ചെല്ലുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു ജോലിയുണ്ട്. അന്നേരം ആ പുള്ളി പറയുന്നത് ഞാൻ ആ ജോലി ചെയ്യത്തില്ല. അന്നേരമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തപോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് അന്നേരം പുള്ളി പറഞ്ഞത് എന്ത് ജോലിയാന്ന് ചോദിച്ചപ്പോഴാണ് ഈ കഥ പറയാൻ തുടങ്ങി. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആപ്പാട് വല്ലാതെ ഇതായിപ്പോയി. അങ്ങനെ പെട്ടെന്ന് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ശരിയാക്കി തരാം. 2-3 ദിവസത്തിനകം US നേവിക്കകത്ത്, അമേരിക്കൻ നേവിയാണ്, അതിനകത്ത് പാസ്സൊക്കെ റെഡിയാക്കി തന്ന് എനിക്ക് പറ്റിയ ഒരു പണി, ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ പണി എനിക്ക് സ്വർഗം കിട്ടിയ പോലൊരു പണിയായിരുന്നു. ആ പണി ഞാൻ 20 വർഷം ചെയ്തു. 20 വർഷം ചെയ്തിട്ടാണ് ആ മരുന്ന സമയം വരെയും ചെയ്ത് ആ ഒറ്റപ്പണി തന്നെ ചെയ്തിട്ടുള്ളത്. പണിയെന്ന് പറഞ്ഞാൽ ആക്രി മടക്കുന്ന പണിയാണ്. US നേവിക്ക് അകത്ത്, അല്ല പുറത്തൊന്നും അല്ല, അവരുടെ ക്യാമ്പിൽ തന്നെ ബിന്നുകളൊക്കെ വെച്ചേപ്പോണ്ട്. അതിനകത്ത് നിന്ന് അലൂമിനിയം പ്ലാസ്റ്റിക് ഒക്കെ സെപ്പറേറ്റ് ക്ലീൻ, എല്ലാത്തിനും ഓരോ ബിന്നുകളാണ് വെച്ചേക്കുന്നത്. കച്ചറ ഇടുന്ന ബിന്ന് വേറെ, പ്ലാസ്റ്റിക് ഇടുന്നത് വേറെ, അലൂമിനിയം ഇടുന്നത് വേറെ. അപ്പൊ അതിൽ നമ്മൾ അലൂമിനിയം പ്ലാസ്റ്റിക്കും മാത്രം എടുത്ത് വേർതിരിച്ചിട്ട് വേറെ കവറിനകത്ത് കെട്ടി, എന്നിട്ട് വേറെ കവറിട്ട് കൊടുക്കൽ, ഇതൊക്കെ ആയിരുന്നു പരിപാടി. എന്റെ ഇഷ്ടത്തിനുള്ള പരിപാടി. പ്രശ്നങ്ങളൊന്നും ഇല്ല, ആരും ചോദിക്കാനൊന്നുമില്ല, നീ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലോ ഒന്നും ചോദിക്കാനില്ല. എനിക്ക് അന്ന് അവിടുത്തെ അനുഭവം വെച്ച് നല്ല അടിപൊളി ആൾക്കാരുമായിട്ടൊക്കെ എപ്പോഴും സംസാരിച്ച് നടക്കലൊക്കെയാണ് ജോലി. ഈ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബെന്യാമി സാറിന്റെ സുനിലിന്റെ സാറിന്റെ കൂട്ടുകാരാണ് ബെന്യാമി സാർ. ബെന്യാമി സാർ അവിടെ ജോലി ചെയ്യുന്നത്, US നേവിക്കകത്ത് തന്നെ വേറെ ഒരു കമ്പനി. എന്നുവെച്ചാൽ ഇതെല്ലാം 2-3 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഇത് അതിനകത്താണ്. അപ്പോഴ് പ്രവാസികളുടെ ഒരു കഥ എഴുതാൻ കാത്തു നടക്കുമായിരുന്നു. അപ്പം ഞാനന്നേരം സുല്യാർ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി പിറ്റേന്ന് പോലെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞ്, എന്നാലും ഞാൻ പറയും എന്തിനാ ഇനി ഞാൻ അനുഭവിച്ചു, ഇനി കഥയൊന്നും എഴുതുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എഴുതി മാറിയതാ. പിന്നെ അന്നേരം എനിക്ക് നമ്മളുടെ പിന്നെ ആ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പറയേണ്ടത് പോലെ മാറിയതാണ്. പിന്നെ സൂര്യേട്ടനെ കൊണ്ട് നിർബന്ധമില്ല. പിന്നെ ഞാനിത് ഓരോ ദിവസം ചിരിച്ച് എൻ്റെ അടുത്ത് വരും, പറയും, പോവും, പിന്നെ പിറ്റേന്ന് വരും, അങ്ങനെ പറയും. അങ്ങനെ കുറച്ച് നാളിലെടുത്താണ് ഈ കഥ പറഞ്ഞു തീർത്തത്. അങ്ങനെ കുറച്ച് ഈ കഥ പറഞ്ഞ് പുള്ളി എഴുതുമ്പോൾ ഞാൻ അത് കഥ പറയുമ്പോഴും എനിക്ക് ബുക്ക് ഇങ്ങനെ പ്രകാശനം ചെയ്യുമെന്നോ ഒന്നും ഒരു ഇതൊന്നും മനസ്സിലില്ലായിരുന്നു.
പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ബുക്ക് പ്രകാശനം ചെയ്ത് ബഹ്റൈനിൽ വെച്ചായിരുന്നു പ്രകാശനം ചെയ്തത്. അപ്പോൾ പക്ഷത്തെ ബുക്ക് എനിക്കാണ് തരുന്നത് അവിടെ വെച്ച്, ആദ്യത്തെ ബുക്ക്. അപ്പോൾ അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു അന്നേരം കഥ വായിച്ചൊക്കെ. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോഴാണ് ഒന്നുകൂടെ അത് വലിയ ഇതാണ്. സിനിമയാകാൻ പോകുന്ന പോലുള്ള പബ്ലിസിറ്റി ആണ് അവിടെ വെച്ച് ഒരുപാട് പരിപാടിക്ക് പങ്കെടുക്കാനും. ഞങ്ങൾ രണ്ടുപേരാണ് എല്ലാ പരിപാടിക്കും പോയതും ഒക്കെ. അന്നുപോലെയാണ് നമ്മൾ എന്നെ നല്ലപോലെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നമ്മളിലാണ് പറയുന്നതൊക്കെ. ഇവിടെ പരിപാടി ഉണ്ടെങ്കിൽ എന്നെയും കൊണ്ടാ പോകുന്നത്. ഏറ്റവും വലിയ വിഷമം ഈ ഒരു സൗഹൃദം തകർക്കാനുള്ളൊരു ശ്രമം നടക്കുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു മനസ്സിന് ഭയങ്കര വിഷമം. ഇപ്പൊ ഞങ്ങൾ വരുന്ന സമയത്തും ഇക്കൊക്കെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മള് പ്രശ്നങ്ങളിലേക്കാണോ ഈ ഇന്റർവ്യൂവും പോകുന്നതെന്ന് അറിയാൻ അല്ലേ? ഇല്ല, നമ്മളിപ്പോ ഒരു 100-300 യൂട്യൂബുകാരെയും ചാനലുകാരും എല്ലാവരും കൂടെ എനിക്ക് വന്നത് ഒരു ഇപ്പോഴാണ് ഇത് നിർത്തുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തടുത്തൊക്കെ ചോദിച്ചു നോക്ക്, അവിടെ പടിഞ്ഞാറൊക്കെ മൊത്തം ആണ് ഈ ഒരു യൂട്യൂബുകാരും ചാനലുകാരും ഇങ്ങനെ വന്ന്. നമ്മൾ ആരെയും ഇതുവരെ വെറുപ്പിച്ച് വിട്ടിട്ടില്ല. എല്ലായിടത്തും നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും. അപ്പൊ അല്ലാതെ നമുക്കൊരു വൈരാഗ്യമോ മറ്റേതൊന്നും ഇല്ല. അവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അന്നേരം പിന്നെ ഇപ്പൊ പടമൊക്കെ ഇറങ്ങി ഇതൊക്കെ ആയി വരുന്നത്. പിന്നെ ഇനി ഇന്റർവ്യൂ എന്തിനെ കൊടുത്തിട്ടൊന്നും ഇനി കാര്യമില്ല. ഇന്റർവ്യൂ എടുത്തതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇത് എല്ലാവരും അറിയാനും പറ്റും, ഇപ്പൊ നല്ല രീതിയിൽ ഓടാനും എല്ലാം കാരണം. ഈ ഒരു എന്താ പറയാ, പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫ് ആൾക്കാരിലേക്ക് എത്തുകയാണ്. നമ്മൾ പേരും പ്രശസ്തിയും എന്നൊക്കെ പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചില സമയത്ത് നമ്മളുടെ സന്തോഷത്തിന്റെ കഥകളായിരിക്കാം നമ്മളെ പ്രശസ്തിയിലേക്ക് എത്തുക. പക്ഷെ ചേട്ടൻ്റെ ഇക്കടെ ലൈഫിലെ ഏറ്റവും മോശമായ കാര്യം അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരൊരു ആഘോഷമാക്കി ഒരു സിനിമയായി കാണുന്നത്. ആ സമയത്ത് ഇങ്ങനെ തോന്നുന്നു, അയ്യോ ഞാൻ വീണ്ടും വീണ്ടും എനിക്കിനി കാണുമ്പോൾ എൻ്റെ വിഷമം എനിക്ക് മറക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലല്ലോ എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ ഈ പടം കൂടെ ഒക്കെ കണ്ടപ്പോ ഓരോ രാജ്യങ്ങളും മൊത്തം കാണുമല്ലേ, അപ്പൊ അതുകൊണ്ട് സന്തോഷം തന്നെ ഉണ്ട് ഇപ്പോഴും. നമ്മൾ മറക്ക എന്ന് പറയും, നമ്മള് ഈ അന്ന് ഞാൻ വേറെ വെച്ച് കഥ പറയുമ്പോൾ ഞാൻ മറക്കാനായിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് എഴുതണം എന്നുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബെന്യാമിൻ സാറിപ്പോൾ അത് എഴുതിയത് കൊണ്ടാണ് ലോകം മൊത്തം അറിയാനും നമുക്ക് ഇപ്പം എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് പോകാനും ഒക്കെ സംഭവിച്ചത്. ഇപ്പം ഞങ്ങൾ ഇനി 2-3 ദിവസത്തേക്കുള്ള ഞങ്ങളിപ്പോൾ ഇതുപോലൊരു പിന്നെ സ്മാർട്ട് ട്രാവൽസുകാർ ദുബൈയിൽ ഞങ്ങളെ ഫാമിലിയെ മൊത്തം കൊണ്ടുപോവാണ്. അങ്ങനൊക്കെ ഇതെല്ലാം ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഒരു സെലിബ്രിറ്റിയായി മാറിയല്ലേ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരുപാട് ഉദ്ഘാടനങ്ങളും. ഇന്നലെ പായ്പാട് ചുണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തു. പായ്പാട് ചുണ്ട് പുതിയത് വള്ളം ഇറക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ രാവിലെ അവിടെ പോയത് ഞാനായിരുന്നു ചെയ്തത് ഒക്കെ. അപ്പൊ ജനങ്ങൾ മൊത്തം ഇപ്പൊ ഇത് നമ്മുടെ സെൽഫി എടുക്കാനും മറ്റേനും മറിച്ചതിനും ഒരു എന്ന് അമ്പലത്തിൽ ഇന്നലെ പോയിട്ട് അമ്പലത്തിലും അതുപോലെ തന്നെ. നമ്മള് നമുക്ക് വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിന് ആവശ്യമുള്ളത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള ഇഷ്ടങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അപ്പം ലൈഫിലെ ഏറ്റവും മോശമായ അവസ്ഥ കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്തായിരിക്കും എനിക്ക് ലൈഫിൽ വേറെ ഒന്നുമില്ല, ഇത് മാത്രം മതി. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം, ഒരു സ്വാതന്ത്ര്യമാണോ, നല്ല ഭക്ഷണമാണോ, അതോ കുടുംബമാണോ, എന്താണ് പെട്ടെന്ന് തോന്നിയത് എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു കാര്യം മാത്രം മതി, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമായിട്ട് നമ്മൾ സന്തോഷത്തോടെ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ഓടിപ്പണി ചെയ്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അന്ന് അവിടെ നിന്ന് പിന്നെ ചാടി വന്ന് ഇവിടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന് കയറുമ്പോൾ എൻ്റെ വാപ്പ ഉണ്ടെന്ന്. വാപ്പ വന്ന് പറഞ്ഞിട്ട് മോനെ നീ നിന്റെ വാപ്പ വന്നെന്ന് പറയുമ്പോൾ നിന്റെ വാപ്പ എന്ന് പറഞ്ഞ് തിരിച്ച് ഒന്ന് പോയി. ഇതൊരു മുട്ടയടിച്ച ഒരാളാണെന്നും പറഞ്ഞ് ആ ചെറിയ പ്രായത്തിൽ. പക്ഷെ എന്നാലും എനിക്കതല്ലായിരുന്നു. കാരണം ഞാൻ അത്രയും നാളവിടെ ജോലി ചെയ്തും ഒരു മോനോട് ഒരു മുട്ടായി പോലും അവന് കൊടുക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു വിഷമം അന്നേരം എനിക്ക്. നമ്മളിത് കരഞ്ഞു പോയി അന്നേരം അതൊക്കെ. അതൊരു ഭയങ്കര ഫീലിംഗ് അതൊക്കെ അന്നേരം. പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് പോയിട്ട് അവൻ്റെ കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സാധിച്ചൊരു സന്തോഷമുണ്ട്. നമ്മൾ ഒരു സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ലൈഫ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജോലിക്ക് പോകുന്നത്. എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ ആ ഒരു ചെറിയ സമ്പാദ്യമെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചോ? ലൈഫ് വേറെ പോയി കഴിഞ്ഞാണ് ഈ 5 സെന്റ് സ്ഥലം ഈ വീടും മേടിക്കുന്നത്. ഈ വീടല്ലേ? ഈ വീട് എന്റെ മകളെ കല്യാണം കഴിച്ച് വിട്ട് എന്റെ ബാധ്യതകളെല്ലാം കഴിഞ്ഞ്
പിന്നെ നമ്മൾ ഇവിടെ എന്തെങ്കിലും കൂലിപ്പണി ഇങ്ങനെ ജീവിച്ച് ഞങ്ങൾ പോവാണ്. പിന്നെ ഇപ്പഴും അവന് ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. എപ്പോഴും പോകുന്നു. ഇപ്പൊ ഈ പടം റിലീസായാലും പിന്നെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, തിരക്ക് തിരക്ക് കാരണം പോയിട്ടില്ല. അപ്പൊ ആ പിള്ളേരൊക്കെ വിളിക്കുവാണ്, ഇക്കാ വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ച് ഇന്നും വന്ന് വിളിച്ചു. എന്ത് പണിക്കൊക്കെ പോകുന്നു? വല അതെ അതെ, കണ്ടിട്ടുണ്ട്. ഇന്നും ഒരു മീനെ കൊടുത്തു വിട്ടില്ല. അവര് പിള്ളേരെ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇന്നും കൊടുത്തു വിട്ടു. അവരുടെ ഇതുവരെ പൈസ കൊടുത്ത് ഞാൻ മീൻ മേടിച്ചിട്ടില്ല. ഇപ്പൊ അതില് പിന്നെ അവരുടെ അവിടെ പോയില് പിന്നെ നേരെ ഫ്രണ്ടില് കടലാണ് കേട്ടോ. അതെ അതെ അതെ, അത് തന്നെ. കടലിനോട് ഭയങ്കര ഇഷ്ടമാണോ? കടലിനോട് ഇഷ്ടം, കടലല്ലേ നമ്മുടെ ജീവിതം. ഗൾഫിൽ പോണതിന് മുന്നേ കടലിൽ പണിക്ക് പോകും. കടലിലെ പണിയെന്ന് പറഞ്ഞാൽ ഈ മീനൊക്കെ ഉണക്കുന്ന ജോലിയാണ് എന്റെ വാപ്പായ്ക്ക് വെക്കുക. ഒന്ന് ഇതുപോലൊന്നും അല്ല, കടപ്പുറം അങ്ങ് വരെ ഉണ്ട്, കല്ലുമൊന്നും ഇല്ലായിരുന്നു. ഇവിടെയൊക്കെ വള്ളം പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് മീനുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അന്നേരം ചെറുപ്പത്തിലതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അന്നത്തെ ആ ബുദ്ധിമുട്ടൊക്കെ കൊടുത്ത് വിദ്യാഭ്യാസം വലുതായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നോ ഇതേപോലെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്കാരുടെ മനസ്സുകളെ മരുഭൂമി കണക്കെ പൊള്ളിച്ച ബെന്യാമിന്റെ ആടുജീവിതം അഭ്രപാളികളിൽ എത്താൻ മറ്റാരെക്കാളും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരാളുണ്ട്. അത് യഥാർത്ഥ കഥാനായകൻ നജീബ് തന്നെയായിരുന്നു. ആലപ്പുഴ ആറോട്ടുപുഴ പത്തിശ്ശേരിൽ ജംഗ്ഷന് തെക്ക് ഭാഗത്ത് തറയിൽ വീട്ടിൽ ഷുക്കൂർ എന്ന വിളിപ്പേരുള്ള നജീബിന് ഇത് കഥയല്ല, തന്റെ ജീവിതം തന്നെയാണ്. മരുഭൂമിയിൽ താൻ കരഞ്ഞു തീർത്തതും വായനക്കാരെ കരയിച്ചതുമായ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണാൻ നജീബും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായിരുന്നു. പിന്നീടാണ് ആ സിനിമ അഭ്രപാളികളിൽ എത്തിയതും. എന്നാൽ അതിനുശേഷം എത്തിയത് നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെയാണ്. നജീബിന്റെ ജീവിതം ഇന്നും സത്യം പറഞ്ഞാൽ വളരെ വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നുമല്ല. സാധാരണക്കാരായ ഒരു കുടുംബം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. തന്റെ കുടുംബം ചെയ്തു പോകുന്ന ജോലികളൊക്കെ തന്നെയാണ് ഇന്ന് ബെന്യാമും നാട്ടിൽ ചെയ്തു പോകുന്നത്. ബെന്യാമിന്റെ ആടുജീവിതം മരുഭൂമിയിലെ നജീബിന്റെ തീക്ഷ്ണമായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നായകനായ നജീബ് പിന്നീട് ഒരിക്കലും കടൽ കടക്കില്ലെന്നായിരിക്കും വായനക്കാർ വിശ്വസിക്കുക. എന്നാൽ താങ്ങാനാകാത്ത ജീവിത പ്രയാസങ്ങൾ നജീബിനെ വീണ്ടും മണലാരണ്യങ്ങളുടെ നാട്ടിൽ എത്തിച്ചു എന്നതാണ് കഥയുടെ ബാക്കിപത്രം. പിന്നീട് അവിടെ ജീവിച്ചു തീർത്തത് 2 പതിറ്റാണ്ട് കാലമാണ്. ഒടുവിൽ മരുഭൂമി സമ്മാനിച്ച കനലും കുളിരും മനസ്സിൽ ബാക്കി വെച്ച് നീണ്ട കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നജീബ് നാടണയുകയും ചെയ്തു. ഇപ്പോഴും ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നജീബ് നാട്ടിൽ കൂലിപ്പണി ചെയ്യുകയാണ്. തന്റെ ജീവിതം അഭ്രപാളികളിൽ എത്തുമ്പോഴെങ്കിലും ദുരിതക്കയത്തിൽ നിന്നും കരകയറാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നജീബ്. പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച് സൗദി അറേബ്യയിൽ 2 വർഷത്തിലേറെ കാലം അനുഭവിച്ചു തീർത്ത ആടുജീവിതം മനസ്സിന്റെ വിങ്ങലായി ഇന്നും അവശേഷിക്കുമ്പോൾ 2ാം ഘട്ടത്തിൽ ബഹ്റൈനിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് മനസ്സിന് കുളിരാണ് സമ്മാനിച്ചതെന്നാണ് നജീബ് പറയുന്നത്. അവിടെ വെച്ചാണ് ബെന്യാമിൻ തന്റെ ജീവിതകഥ പകർത്തുന്നത്. കഥയ്ക്ക് ശേഷം ചുട്ടുപൊള്ളുന്ന പ്രവാസ ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെട്ട നൂറുകണക്കിന് ഹതഭാഗ്യരുടെ പ്രതീകമായി നജീബ് മാറി. എന്നാൽ ഈ കഥയിലെ പല സാധനങ്ങളും പല കഥകളും തന്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്നതല്ല എന്ന വസ്തുത കൂടി നജീബ് തുറന്നു പറയുന്നുണ്ട്. കഥാകാരന്റെ ഭാവനയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.